ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ, നിന്നെ എനിക്ക് വേണം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പേഴ്സന്റെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഏതൊരു എനർജിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ ദ ബാച്ചർ ആൻഡ് ജിൻഗോ എന്നാണ് പറയുന്നത്. ഹീലിംഗ് വൂൺസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള മാനസിക മുറിവുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ്. ഈ പേഴ്സന്റെ സ്വഭാവ രീതി കൊണ്ടായിരിക്കാം, ഈ പേഴ്സന്റെ ചില സ്വഭാവങ്ങളോ ചില തീരുമാനങ്ങളോ കൊണ്ടായിരിക്കാം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ ചില തീരുമാനങ്ങളായിരിക്കാം, ചില അഭിപ്രായങ്ങളായിരിക്കാം, എന്തുകൊണ്ടോ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ട്. ഈ പേഴ്സന്റെ ഏതോ ഒരു തീരുമാനമാണ് അത് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് ഈ പേഴ്സൺ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതൊരു കർമ്മ പോലെ ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഈ പേഴ്സൺ എന്താ പറയുക, ഈ പേഴ്സണെ അത് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് തിരിച്ചടിക്കും. ചില ആൾക്കാർക്ക് അടിക്കും, ചില ആൾക്കാർക്ക് തിരിച്ചടിക്കാൻ ടൈം എടുക്കും, ചില ആൾക്കാർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തിരിച്ചടിക്കും, പെട്ടെന്ന് തിരിച്ചടിക്കും. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു മാനസിക മുറിവ് കുറച്ച് കഴിഞ്ഞിട്ട്, കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് അത് തിരിച്ചടിച്ചു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ അത് മനസ്സിലാക്കാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചത് പോലത്തെയുള്ള അതേ വേദന മറ്റാരുടെ ഭാഗത്ത് നിന്നോ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകണം. അതായത് നിങ്ങൾ എങ്ങനെയാണോ വേദനിപ്പിച്ചത് അതേ വേദന ഈ വ്യക്തിക്ക് മറ്റാരെങ്കിലും ഭാഗത്ത് നിന്നോ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നോ കിട്ടിയിട്ടുണ്ടാകണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത് ഹീല് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു തെറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു തെറ്റുകുറ്റം അതെങ്ങനെയെങ്കിലും ഹീല് ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ. അതായത് ആ തെറ്റ് എങ്ങനെയെങ്കിലും തിരുത്തി ആ മുറിവ്, ആ ബാധിച്ചിരിക്കുന്ന ആ ഒരു മുറിവ് എത്രയും പെട്ടെന്ന് മുറിപ്പെടുത്തണം, ആ മുറിവ് എങ്ങനെയെങ്കിലും ഉണക്കിയെടുക്കണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത്. കാരണം ഈ പേഴ്സന് സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ വേദനിപ്പിച്ചത് കാരണം ഈ പേഴ്സൺ അതൊരു തിരിച്ചടിയായിട്ട് കിട്ടിയത് കൊണ്ടായിരിക്കണം ഈ പേഴ്സൺ അത് എന്താ പറയാ താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ തിരിച്ചടിയുടെ മുന്നിൽ ഈ പേഴ്സന് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് തിരിച്ചടിച്ചപ്പോൾ ഈ പേഴ്സന് മനസ്സിലായി നിങ്ങൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്, ഈ പേഴ്സന്റെ പ്രവൃത്തി കാരണം നിങ്ങൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം ഈ പേഴ്സൺ അത് നിങ്ങളോട് മാപ്പ് പറഞ്ഞ് ഏറ്റു പറയാനാണ്, നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദിസ് പേഴ്സൺ ഈസ് ഓൾവേസ് ഫീൽസ് അബൌട്ട് സോറി ടു യു. അതായത് നിങ്ങളോട് എപ്പോഴും സോറി പറയണം എന്നുള്ള, അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്യണം, മാപ്പ് പറയണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ദ ഗാർഡിയൻഷിപ്പ് ആണ്, ദ വൂൾഫ് ആൻഡ് ദ റോസ് ഹിപ്പ് ആണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിശ്വാസം, കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, പ്രതീക്ഷ, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്നും ലവ്, കെയറിങ്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സ്നേഹം, ഇതെല്ലാമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിമ്പലാണ് ഈ ഒരു വൂൾഫ് ആൻഡ് റോസ് ഹിപ്പ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും, ഈ ഒരു രണ്ട് ക്രിയേച്ചേഴ്സും, ഈ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ ഈ ഒരു ആനിമൽ ആയിക്കോട്ടെ, ലവ് ആൻഡ് കെയറിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഓൾസോ അത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ തയ്യാറാകുന്നത് നിങ്ങളുമായിട്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട്
ഈ പേഴ്സന്റെ തീരുമാനങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പക്വതയും വ്യക്തതയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് പക്വതയും മെച്യൂരിറ്റിയും അതുപോലെ ക്ലാരിറ്റിയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ മറ്റു പലവരോടും, അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ്, അത്രയും വിശ്വാസമുള്ള കൂട്ടുകാരോടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോടോ ഈ വ്യക്തി അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടണം. ആൻഡ് അത് ഈ പേഴ്സൺ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടാണ് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും നല്ലൊരു അഭിപ്രായം ഈ വ്യക്തിക്ക് കിട്ടും. മനസ്സിലായോ? അതായത് ഈ പേഴ്സണ് പല സമയത്തും ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഭവിഷ്യത്തുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ദ ചാരിയറ്റ് കാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ ചാരിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണ് ഒറ്റക്കുള്ള ജീവിതം മതിയായിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് തനിക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു കാരണവശാലും ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതത്തെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒറ്റപ്പെട്ടിട്ട് എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് അതിൽ നിന്നും എന്താണ് നേട്ടം എന്നുള്ളതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കോൾ ആയിട്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ദ അവേക്കനിങ് കാർഡാണ്. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ പേഴ്സൺ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭൗതിക സുഖങ്ങളോട് വിട പറഞ്ഞിട്ട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ വ്യക്തി തരുന്നു, സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ദ ഹയർ ലേണിംഗ് ആണ്. ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പാഠമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പാഠമാണ് ഈ റിലേഷൻഷിപ്പ്. അത് ഒരുപക്ഷെ ഒരു സോൾമേറ്റ് ആയിരിക്കാം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം. എന്തുകൊണ്ടോ അത്തരം ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അത് മുന്നോട്ട് പോകും തോറും ഒരുപാട് വഴികളും ഒരുപാട് പാഠങ്ങൾ ഒരുപാട് തിരിച്ചറിവുകളാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സൺ പല ഡയറക്ഷനിലേക്കും യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടുതലും യാത്ര പർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇത്, അതായത് ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ സ്ഥലം മാറി പോകുന്നതായിട്ടും ഒരുപാട് യാത്ര ചെയ്യുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാണിക്കുന്നുണ്ട്. അത് ഈ പേഴ്സണെ കൂടുതൽ കോൺഫിഡന്റ് ആക്കുകയും കൂടുതൽ മനക്കരുത്ത് തരുകയും മനക്കെട്ടി കൊടുക്കുകയും മനസ്സിനൊരു സമാധാനം ലഭിക്കുകയും കൂടുതൽ ക്ലാരിറ്റി ലഭിക്കാനുള്ള ഒരു വഴിയുമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ട്രാവലിംഗ് ആണ്. ചില സമയത്ത് നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യണം എന്ന് തോന്നിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ക്ലാരിറ്റി കൂട്ടിയെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ വീട്ടിലിരുന്നാൽ നമുക്ക് വട്ടുപിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം സ്പിരിച്വൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ താനെ യാത്ര ചെയ്യാനൊക്കെ തുടങ്ങും. അത്തരം ഒരു സ്റ്റേജിലും കൂടിയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഇവിടെ ഒരു റിലീസ് ആൻഡ് എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ആർക്കും പുറത്ത് കടക്കാൻ പറ്റില്ല. കാരണം ഈ പേഴ്സണും അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ട്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു കണക്ഷനാണ്. അത് പലവർക്കും അതൊരു കർമ്മ ബേസ് ചെയ്ത് കിടക്കുന്ന ഒരു കണക്ഷനാണ്. അതായത് പാസ്റ്റ് ലൈഫിൽ അവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ, സോൾ കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു എനർജിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വേറെ ആളെ സെലക്ട് ചെയ്യണം, വേറെ ആളെ എടുക്കണം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചാൽ പോലും അത് പറ്റണം എന്നില്ല. കാരണം ഇത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് കർമ്മസംബന്ധമായിട്ട് വരുന്ന ഒരു കണക്ഷൻ കൂടിയാണ്. ഇത് പലവർക്കും ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. പക്ഷെ അത് കുറച്ച് അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു ഇതിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഒരു എൻജോയ്മെന്റിലേക്ക് വരുന്നത്. അതുവരെയും കുറച്ച് സ്ട്രഗിളിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ വിഷ് വൈസ്ലി ആണ് പറയുന്നത്. ഉറപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിനെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾ മനസ്സ് ഭയങ്കര ശുദ്ധമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മനസ്സ് ശുദ്ധത വേണം, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്. കാരണം നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്, നടക്കാനായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. കാരണം ഈ പേഴ്സണും ആ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളോട് മാപ്പ് പറയാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. ഈ പേഴ്സന്റെ ചില തീരുമാനങ്ങൾ, ചില അഭിപ്രായങ്ങൾ, ചില വാക്കുകളൊക്കെ നിങ്ങളെ വളരെയധികം മുറിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അതെന്തായാലും ഈ പേഴ്സൺ ആ ഒരു മുറിവ് ഉണക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. രാജസ്ഥാൻ കിട്ടിയിട്ടുണ്ട്, മകം നാള്, മലപ്പുറം, സാറ്റർഡേ, അത്തം, ലെറ്റർ പി, ചോതി, ഭരണി. ഇത്രയുമാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.